സന്തോഷമുള്ള ദൈവനെ കരപത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവമായി കർത്താവ് ഒരുക്കിയ അത്ഭുത സ്നേഹത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധാനെ കടന്നു വന്ന് അവരുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ നാഥൻ തരുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി സമയം ഒട്ടും കളയാതെ ദൈവത്തിന്റെ മനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അമൻ സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തെ അമൻ സ്തോത്രം ചിന്തയ്ക്കായി കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറഞ്ഞ ഒരു വചനഭാഗം അമൻ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഓർമ്മയുണ്ടല്ലോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അമൻ കർത്താവ് നമ്മോട് പറഞ്ഞു. അമൻ പ്രധാനമായും വർഷത്തെ ദൂത് എന്ന് പറയുന്ന എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-16 ആദ്യം ഒന്ന് വായിച്ചാട്ട് സ്തോത്രം ചെയ്യും. അതിനുശേഷം നമുക്ക് ഫിലിപ്പി ലേഖനത്തിലേക്ക് പോകാം. But speaking in the truth in love may grow up into him in all of things, which is the head, even Christ, from whom the whole body, fitly joined together and compacted by that which every joint supplied according to the effectual working in the measure of every part, maketh increase of the body unto the edifying of itself in love. Amen. So from സ്നേഹത്തിൽ വളരുവാൻ, എവിടെ വരെ വളരാൻ? ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ, സ്നേഹത്തിലേക്ക് ഭവിച്ചിട്ട് വളരുവാൻ ദൈവത്തിന്റെ ആഗ്രഹം ദൈവമക്കളെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് അവൻ അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ അത്യന്താപേക്ഷിതമാണ്, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് സ്വർഗത്തിൽ പോകണം നിർബന്ധമില്ല. സ്നാനപ്പെട്ടതുകൊണ്ട് സ്വർഗത്തിൽ പോകണം നിർബന്ധമില്ല. അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. ഇന്ന് രാത്രി ഒരു മർമ്മം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ക്രിസ്തുവിൽ നാം വളർന്നില്ലെങ്കിൽ നാം എന്തെല്ലാം പ്രാപിച്ചാലും എന്തെല്ലാം ചെയ്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവം സഭയ്ക്ക് 5 ഓഫീസസ് കൊടുത്തു. 5 സ്വന്തം പദവികൾ സഭയില് ഔദ്യോഗിക സ്ഥാനങ്ങൾ. ഞാൻ പറഞ്ഞു, പൗരോഹിത്യമില്ല. സ്വന്തം അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഇടയന്മാര് പാസ്റ്റേഴ്സ് ഉണ്ട്, ഉപദേഷ്ടാക്കന്മാര് ടീച്ചേഴ്സ് ഉണ്ട്, ഇവാഞ്ചലിസ്റ്റ് സുവിശേഷന്മാരുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയെ പഠിപ്പിക്കാൻ, വചനം പഠിപ്പിക്കാൻ, തികഞ്ഞവരാക്കി നിർത്താൻ അത്യന്താപേക്ഷിതം. അപ്പോൾ എന്തിനാ അത് പഠിക്കേണ്ടത്? ഓരോ ഉപദേശവും വരുമ്പോൾ ആ ഉപദേശത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനും നമ്മുടെ വളർച്ച എപ്പോഴും സ്ഥിരമായിരിക്കാനും അത് ഡയറക്റ്റഡ് ടു ക്രൈസ്റ്റ് ആയിരിക്കാൻ, വേറെ എങ്ങോട്ടുമല്ല. യേശുവിന്റെ അമ്മയുടെ അടുക്കലേക്കുള്ള വളർച്ചയല്ല, സ്ലീഹന്മാരുടെ അടുക്കലേക്കുള്ള വളർച്ചയല്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഐ ആം ജസ്റ്റ് ടെല്ലിംഗ് യു ദ ഫാക്ട്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുപടിയായി കൊടുത്ത മനുഷ്യനായ, ചില മർമ്മങ്ങളുണ്ടോ ചില വചനങ്ങൾക്ക്, ദൈവമായ ക്രിസ്തു എന്നല്ല പറയുന്നത്, മനുഷ്യനായ പൂർണ്ണ മാനവനായി വന്ന് പാപമില്ലാത്തവനായി ജീവിച്ച് പാപമില്ലാത്തവനായി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ജീവിക്കുന്ന ആ യേശുവല്ലാതെ മധ്യസ്ഥനാരും ഇല്ല. പ്രോത്വണം വളർച്ച എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ ആദ്യം കണ്ടു, ഒന്ന് നനവ് വേണം. നല്ല വിത്താണെങ്കിൽ ഈ നനവില്ലാതെ വിത്ത് കിളർക്കില്ല. ഇംബിബിഷൻ നടക്കണം. ആ പ്രക്രിയയാണ് ഒരു വിത്ത് കിളർക്കുന്ന, അല്ലെങ്കിൽ അത് വളർച്ചയിലേക്ക് വരുന്ന ആ പ്രക്രിയ, പ്രോസസ്സിനെയാണ് പറയുന്നത് ഇംബിബിഷൻ, സയൻസിൽ പറയുന്നു. അപ്പോൾ അതിന്റെ തോടൊക്കെ കുതിർന്നിട്ട്, ഞങ്ങൾക്കറിയാം ഈ വിത്തിനകത്ത് സ്റ്റാർച്ച് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, എൻസൈംസ് പലതുണ്ട്. ഈ വെള്ളം അകത്തേക്ക് കാപ്പിലറി ആക്ഷൻ വഴിയായി അതിന്റെ തോടുകൾ ഭേദിച്ചകത്തോട്ട് പോയിട്ട് അതിനെ ജീവിപ്പിക്കും. അതിനകത്ത് ജീവൻ ഉണ്ടാകും. എൻസൈംസ് അതിനകത്ത് സ്വന്തം ചെയ്യുന്നു. അതിനകത്തുള്ള പ്രോട്ടീൻസ്, അതിനകത്തുള്ള സ്റ്റാർച്ച്, ഇതൊക്കെയും അതിനകത്തുള്ള സെല്ലുകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കും. അതോടൊപ്പം വായുവും അകത്തേക്ക് കയറി, അതോടൊപ്പം ചൂട്, വെള്ളം താപം നിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം കൂടെ നടക്കുമ്പോഴാണ് ചലനമറ്റ് കിടന്ന വിത്ത് കിളിർക്കുന്നത്. ആദ്യം വേര് താഴേക്ക് പോകും, പിന്നെ ഷൂട്ട് വന്നാൽ നേരെ മുകളിലേക്കായിരിക്കും വളഞ്ഞു പോകാനേ പാടില്ല. അപ്പൊ മടങ്ങി വരാം. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. ഫിലിപ്പി ലേഖനം 3:8. ഫിലിപ്പി ലേഖനം 3:8. അത് 8 മലയാളത്തില് 1:6 അല്ലെ? ഇംഗ്ലീഷ് 1:6 ആണ്. മലയാളത്തിൽ ഒന്ന് നോക്കണേ. ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ
നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ നാളോളം വന്നത്തേക്കും 1:4 ആണോ? 1:4 വായിച്ചു മലയാളത്തില്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കണം. കർത്താവിനെ അറിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നപ്പോൾ നമ്മളൊരു വലിയ മാറ്റമുണ്ടായി. ഒരു പ്രവൃത്തി ദൈവം സ്റ്റാർട്ട് ചെയ്തു. വെള്ളം വിത്തിനകത്ത് ജീവന്റെ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് രാത്രി ഉറക്കണം. കർത്താവിന്റെ നാളോളം ആ പ്രവൃത്തിയെ ദൈവം ചെയ്യും. ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, God will fulfill it. ഇന്ന് രാത്രി ഓർത്തോളം, ശത്രു സകലവിധ ശക്തിയോടും ആ പ്രവൃത്തിയെ മുരടിപ്പിക്കാൻ, അതിനെ തകർക്കാൻ, തളർത്താൻ നോക്കുമെന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയണം, അവൻ സ്തോത്രം ചെയ്യുന്നു, എന്നിൽ ആ പ്രവൃത്തി ആരംഭിച്ചത് കർത്താവിന്റെ നാള് വരുന്നവരെയും അവന്റെ വരവിൽ ഞാൻ അടക്കപ്പെടുന്നവരെയും ആ പ്രവൃത്തി എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഉറച്ചു നിൽക്കണം. ഇന്ന് രാത്രി ആ ഉറപ്പ് വ്യാപരിക്കട്ടെ. ഇനി നമുക്ക് നോക്കാം, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ശൗലിനെ കുറിച്ചാണ്. ഒത്തിരി ക്യാരക്ടേഴ്സ് ബൈബിളെടുത്ത് ഏത് ക്യാരക്ടേഴ്സ് പഠിച്ചാലും ഒത്തിരി നമുക്ക് ടൈമില്ല പഠിക്കാനായിട്ട്. സമയമെടുത്ത് ഈ വിഷയം വെച്ചോണ്ട് നിങ്ങൾ ഓരോ ക്യാരക്ടറെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണു തുള്ളി പോകും. പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തകൾ. ശൗലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒരിക്കലും ശൗൽ രാജാവാൻ ആഗ്രഹിച്ചതല്ല. അപ്പന്റെ കഴുത തേടി പോകുമ്പോഴാണ് സ്തോത്രം ചെയ്യുന്നു. അത് പുള്ളിയല്ല പ്രവാചകനെ കാണാൻ പോയത്, കൂടെ വന്ന ഒരു വേലക്കാരനാണ് പറഞ്ഞ പ്രവാചകനെ കാണാൻ പോകാൻ ഒരു വേള അവൻ വല്ലതും അറിയിച്ചാലോ എന്ന് പറഞ്ഞ് അവിടെ പോയി ചെന്നപ്പോഴേ ഓൾറെഡി ശമൂവേലിന് ദൈവത്തിന്റെ ദർശനം ഉണ്ടായി. അവനെയും കാത്തിരിക്കുകയാണ് ശമൂവേൽ. അവന് വേണ്ടി വലിയ ബാങ്ക്വറ്റ് ഒക്കെ ഒരുക്കി അവനെ മുഖ്യസ്ഥാനത്തിരുത്തി ആരോ കൊടുത്തിട്ട് തിരിച്ചവനെ യാത്ര അയക്കാൻ വരുമ്പോൾ സാമുവൽ അവനുമായി 9-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ എന്റെ ലാസ്റ്റ് വാക്യത്തിൽ അവനെ പട്ടണത്തിന്റെ ആ വാതിൽ വരെയും നടന്ന് അവൻ എതിരെ ചെയ്ത് വിടാൻ പോകുമ്പോൾ പട്ടണവാതിലിനോട് അടുത്തപ്പോൾ ശമൂവേൽ പറഞ്ഞു വേലക്കാരനോട് അവിടെ പൊയ്ക്കോളാൻ പറയാം. അവനെ മുമ്പോട്ട് പറഞ്ഞു വിട്ടിട്ട് ശമൂവേൽ പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടത് നീ അല്പം നിൽക്കാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ പെട്ടെന്ന് പോവാ. ഇന്ന് രാത്രി ഇരിക്കുന്നവരോട് ദൈവത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നീ അല്പം പോസ് ചെയ്യും. നീ മിടുക്കനായിട്ട് ഓടുക എന്ന് നീ എത്തത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ള ചില വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെ ശൗല് നിന്നു. ശമൂവേലിനോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചിട്ട് 10-ാം അധ്യായം 1-ാം വാക്യമായപ്പോഴേക്ക് തന്റെ കയ്യിലുള്ള തൈലക്കൊമ്പ് എടുത്തിട്ട് തലയിലോട്ട് വെച്ച് പ്രതീക്ഷിക്കാതിരിക്കുന്നു, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരിക്കുന്നു. കാരണം ശൗൽ നല്ലവണ്ണം അറിയാം അവന്റെ കുടുംബം. അവന്റെ കുലം ബെന്യാമീൻ, അത് ഏറ്റവും ചെറുത്. അവന്റെ അപ്പന്റെ ഭവനം അതിലേറ്റവും ചെറുതാണ്. ഒരിക്കലും ജീവിതത്തിൽ വലുതാകുമെന്നോ ഉന്നതനാകുമെന്നോ ഉന്നതയാകുമെന്നോ ഒരു ഡ്രീം പോലും ചെയ്യാതിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതികൾ അത്ഭുതമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഞാൻ പോസ് ചെയ്ത ദൈവത്തിന് ചില മിറക്കിൾസ് നിനക്ക് വേണ്ടി സ്വപ്നത്തിൽ കാണാത്ത ചില പ്രവൃത്തികൾ. തൈലക്കൊമ്പഴത്തിൽ പുള്ളിക്കാരൻ അമ്പരം നോക്കിയത് എന്തോ രാജാവായിട്ടോ. ഇതുവരെ ഓർത്തോണേ, ശ്രദ്ധിക്കണം, ഇസ്രായേൽ ഇതുവരെ ഒരു രാജാവുണ്ടോ? ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ ജാതികളിൽ രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, അവരുടെ പ്രൗഢികൾ കണ്ടിട്ടുണ്ട്. ഇതുവരെ ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്ന ആരാണ്? ദൈവം. ന്യായാധിപന്മാരാണ്. ന്യായാധിപന്മാര് ദൈവമാണ് ലീഡറായത്. രാജാവായ ദൈവമായിരുന്നെങ്കിലും ന്യായാധിപന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ കനാൻ നാട്ടിലെത്തിയ ശേഷം ദൈവം പരിപാലിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പൊ ഇതുവരെ അവർ കണ്ടിട്ടില്ലാത്തൊരു പോസ്റ്റ്. ഇന്ന് രാത്രി എന്നെ കരുതിയ മക്കളെ, ദൈവം നിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ആ പോസ്റ്റ് കാണത്തില്ല. There is no post. രാജാവെന്നൊരു പദവി ഇസ്രായേലിലെ ഇല്ല. ഇന്ന് രാത്രി ജോലിക്ക് വേണ്ടി കൊതിക്കുന്നവരോട് ദൈവത്തിന് പകരം ഇന്ന് രാത്രി ദൈവത്തിന് അരുളപ്പാട് അറിയിക്കണം. നീ അല്പം നിൽക്കുക. നിന്നെ ഹയറിലേക്കുള്ള ഒരു പോസ്റ്റ് പോലും കാണത്തില്ല. രാജാവെന്നൊരു പോസ്റ്റ് ഇല്ല ഇസ്രായേലിൽ. കഴുതയെ തേടിപ്പോയി ഇസ്രായേലിന് രാജാവായിട്ട് ആരെ അഭിഷേകം ചെയ്തു. ഇന്ന് രാത്രിക്കാലം മനസ്സിലാക്കിക്കോണം. അവൻ സമയത്ത് പോകട്ടെ. അവൻ സ്വന്തം മുൻമഴയ്ക്ക് നിധാനമായി ശൗലിന്റെ ജീവിതം നമുക്കത് പഠിച്ചു നോക്കാം. അങ്ങനെ നമുക്കത് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം
10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ അഭിഷേകം ചെയ്ത് കാണുന്നത്. അപ്പൊ ദൈവം വിളിച്ചിട്ട് അവനെ അനോയിന്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, എന്താ അതിന്റെ കാരണം? വേണമെങ്കിൽ എനിക്ക് ധൃതി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഇട്ടേച്ചങ്ങ് പോകാമായിരുന്നു. ദൂത് കിട്ടിയെന്ന് വരത്തില്ലായിരുന്നു. ഞാൻ നേരെ ബിസിയാണ്. കാരണം എന്താ, അവർക്ക് സമയമില്ല, ഒത്തിരി ബിസിയാണ്. ചിലപ്പോൾ ദൈവം നിന്നോട് ദൂത് അറിയിക്കാൻ ചില ടൈമിംഗ് ഉണ്ട്. ദൈവത്തിന്റെ ടൈമിംഗ്. നീ ടൈമിങ്ങിന് വേണ്ടി കാത്തിരുന്നെങ്കിൽ പല അനുഗ്രഹങ്ങൾ നിനക്ക് നഷ്ടപ്പെടും. കാരണം നീ ബിസിയായിട്ട് പല കാര്യങ്ങൾക്ക് ഇതിനും അതിനുമെല്ലാം ഓടും. പക്ഷെ കുഞ്ഞെ, അതിനേക്കാൾ വലിയ പദ്ധതികളാ. നീ കഴുതയുടെ പുറകെ ഓടിയ നടക്കുന്ന. കഴുതയും രാജാവായിട്ട് എന്ത് വ്യത്യാസം? കഴുതയെ തീറ്റുന്നവനാ നടക്കാനാ. ദൈവത്തിന്റെ പദ്ധതിനെ രാജാവാക്കാനാ. പക്ഷെ ഒരു കാര്യം, ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാൻ നീ അല്പനേരം എന്ത് ചെയ്യണം? അല്പം നീക്കണം. അവൻ നോക്കൂ, അവൻ നിന്നപ്പോൾ അവനോട് പറഞ്ഞു, തൈലക്കോപ്പെടുത്ത് അവനെ അഭിഷേകം ചെയ്തു. അതിനുശേഷം ദൈവത്തിന്റെ മാറ്റം, നനവ്, ദൈവത്തിന്റെ നനവ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുക. നിങ്ങൾ നോക്കണം, സമയമില്ലാത്തവർ പെട്ടെന്ന് പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുക. അവൻ സ്വപ്നം ചെയ്യുന്നു. ശൗലിന് മുൻമട ലഭിക്കുന്ന ആ വഴി നമുക്കൊന്ന് നോക്കാം. അവന് വിളി കിട്ടി. ഒരു വിളി, ഒരു ശുശ്രൂഷയ്ക്ക്. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷയ്ക്ക്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ഓർക്കണം, ദൈവത്തിന്റെ വഴികൾ അപ്രമേയമാണ്. അവന്റെ വഴികൾ അഗോചരമാണ്. ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് വേണ്ടി വഴിയില്ലെന്ന് ഓർത്തു നീ എന്റെ ദൈവത്തിന്റെ വഴി തുറക്കാൻ നീ ചിന്തിക്കാത്ത നിലകളിൽ നിന്റെ തലമുറകളെ വാഹനമേറുമാറാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. നോക്ക്, അപ്രതീക്ഷിതമായി അവന്റെ കംപ്ലീറ്റ്, കാരണം അവന് തന്നെ അറിയത്തില്ല എന്ത് വേണം, കംപ്ലീറ്റ് മരവെച്ചിരിക്കുക. എന്നാല് അവൻ നിന്നെ നനയ്ക്കുമ്പോൾ ദൈവം ചില കൃപകൾ നിനക്ക് തരും. നിന്നെ വിളിക്കുമ്പോൾ നിന്റെ വിളിക്കു വേണ്ടി ചില കൃപകൾ, തയ്യാറെടുപ്പുകൾ നിനക്ക് തരും. കാരണം നിന്നെ ദൈവം ഒരു കാര്യത്തിന് അഭിഷേകിക്കുമ്പോൾ, നോക്കൂ, ഒരു കാര്യം ഓർത്തോണേ, അവനെ തിരഞ്ഞെടുക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അവൻ തോൾ മുതൽ പൊക്കം കൂടിയവനാണ്, അവൻ കോമള രൂപിയാണ്, എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഇന്ന് രാത്രി നിന്റെ പൊക്കമോ നിന്റെ സൗന്ദര്യമൊന്നും നിന്നെ ശുശ്രൂഷയ്ക്ക് സഹായിക്കത്തില്ല. ഇന്ന് അനേകർ ഓടുന്നത് അവരുടെ പൊക്കത്തിലും അവരുടെ കഴിവിലും അവരുടെ വലിപ്പത്തിലുമാ. പോക്ക സഹായിക്കത്തില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടത് ഡിഫറൻസ്. അതുകൊണ്ട് ആ മുൻമഴയുടെ ഗുണം ഞാൻ കാണിക്കാം. വായിച്ചു 1 ശമൂവേല് 10:9 ഒന്ന് വായിച്ച. So it was when he had turned his back to go from Samuel that God gave him another heart. Okay. അരുളപ്പാട് കേൾക്കാൻ ടൈം ഉണ്ടാക്കി നിന്നു. ടൈം ഉണ്ടാക്കി നിന്നപ്പോൾ ശമൂവേൽ അവനോട് ദൂതുകൾ സംസാരിച്ചു. കേൾക്കാൻ ടൈം ഉണ്ടായിരുന്നു. രാത്രികാലം പ്രാർത്ഥനയ്ക്ക് സമയമില്ലാതെ ഓടും. കുഞ്ഞെ, ദൂതുകൾ, അത്ഭുത പ്രവചന ദൂതുകൾ വരും. പ്രസംഗിക്കുന്നവന്റെ ഗുണം കൊണ്ടല്ല, പരിശുദ്ധാത്മാവായിരിക്കും ആ വായിൽ കൂടെ സംസാരിക്കുന്നത്. അവൻ ശ്രദ്ധ വെച്ച് കേട്ട ഉടമനകസ്യ. നോക്കൂ, അവൻ ആ 9:27 മുതൽ അവൻ നിന്ന് ശമൂവേൽ പറയുന്ന ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനിടയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അവന്റെ തലയിൽ അഭിഷേകതയം വീണ് കഴിഞ്ഞു. ദൂത് കേട്ട് കഴിഞ്ഞു അവൻ പോകാൻ. അവനെ ഞാൻ എന്റെ ചിന്തയെ പറയാണ്, പുള്ളി കംപ്ലീറ്റ് കിളി പോയി കിടക്കുന്നു. എന്ത് നടന്നത് പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി ഈ അടി ഏറ്റിട്ട് തലമര വെച്ച് തിരിഞ്ഞു അതുപോലെ പുള്ളിക്ക് നടക്കാൻ തിരിയുക. കാരണം ഇതുവരെ ചിന്തിച്ചിട്ടാണ് കാര്യമാണ് കേൾക്കുന്നത്. രാജാവെന്നൊരു പദവി ദേശത്തില്ല, രാജാവെന്ന ഓഫീസില്ല. അവനെ രാജാവാക്കി. ഇന്ന് രാത്രി ഇല്ലാത്ത വഴികൾ നിനക്ക് വേണ്ടി തുറക്കുന്നതിന്റെ ദൈവം. ഇന്ന് രാത്രി ഇതിന് ചില പദ്ധതികൾക്ക് എന്റെ ദൈവം മർമ്മങ്ങളെ ശ്രദ്ധിച്ചോണം. എന്നിട്ട് ദൂത് കേട്ട് അത്ര നേരം ഒന്ന് ശ്രദ്ധയോട് ദൂത് കേട്ട് അഭിഷേകം പ്രാപിച്ചിട്ട് തിരിയുമ്പോൾ നിന്നെ വിളിക്ക് വേണ്ടി ചില ഒരുക്കം കൂടി നാഥൻ തരും. ബൈബിൾ പറയാ, അവന് പുതിയൊരു ശ്രദ്ധിച്ച്. അതുകൊണ്ടാ എസ്കേൽ പ്രവചനത്തിൽ പറയുന്നത് അല്ലെ 36 ഞാൻ നിങ്ങളുടെ കല്ലായിട്ടുള്ള ഹൃദയം മാറ്റി നിന്റെ ഹാർട്ടിൽ. അതാ അവൻ. അതുകൊണ്ട് പൗലോസ് പറയുന്നത് പുറമേയുള്ള പരിച്ഛേദന അല്ല, പുറമേയുള്ള സ്നാനമൊന്നും അല്ല കാര്യം. സ്നാനം വേണ്ടെന്നല്ലേ പറയും, തെറ്റിദ്ധരിക്കല്ലേ. ആത്മാവിന്റെ നനവ് നിനക്ക് വരുമ്പോൾ ദൈവം വ്യവസ്ഥയിലെ പോകത്തുള്ളൂ. നിങ്ങൾ എടുത്തു നോക്കിയോ, ഞാൻ പലയിടത്തിന് പോയിക്കോ, കർത്താവേ സമയമില്ലല്ലോ വർണ്ണിക്കാനും വിവരിക്കാനും. ദൈവത്തിന്റെ പ്രവൃത്തികൾ നനവ് വരുമ്പോൾ
അഭിഷേകം നിന്നെ ശുശ്രൂഷയ്ക്ക് വിളി അവൻ പറയുമ്പോൾ അവൻ സ്വന്തം കോളിംഗ് ആൻഡ് അനോയിന്റിംഗ് നിന്നെ വിളിക്കും. ഇന്ന് രാത്രി നീ ചിന്തിക്കാതിരിക്കുമ്പോൾ ഓമന പേര് നിന്നെ വിളിക്കുന്ന ഒരു ദൈവമാണ്. കാരണം ഇന്ന് രാത്രി നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ നിങ്ങളുടെ വഴികളല്ല നിന്റെ വിചാരങ്ങളെക്കാളും വഴികളെക്കാൾ എന്റെ വഴികൾ എന്തുവാ ഉന്നതമാണ്. ഇന്ന് രാത്രി നീ കഴുതയെ തേടി കഴുതയുടെ പുറകെ നടക്കുന്ന വ്യക്തി എന്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് അതിനേക്കാൾ ഉന്നത പദ്ധതിയാണ്. ഇതേ തന്നെയായിരുന്നു പത്രോസിനെ കുറിച്ച് ഉണ്ടായിരുന്ന പദ്ധതി. അവൻ ഞാൻ നിന്നെ മീൻ പിടിക്കുന്നവനല്ല, ആരെ പിടിക്കുന്നവനാക്കും? മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അവന് ഹൃദയം കൊടുത്ത് പുറകെ നടക്കാൻ. പക്ഷെ അന്നേരവും രൂപാന്തരം സംഭവിച്ചിരുന്നില്ല. ഇത് മാറണം, ഹൃദയം മാറണമെങ്കിൽ. അതുകൊണ്ടാ പറഞ്ഞത് അവൻ യേശു ഉയർത്തെഴുന്നേറ്റ് കണ്ടിട്ടും പത്രോസിന് രൂപാന്തരം ഉണ്ടാകുന്നില്ല. വീണ്ടും എന്ത് ചെയ്യാൻ പോവാ? മീൻ പിടിക്കാനായിട്ട്. ട്രെൻഡ് അങ്ങോട്ടാ അല്ലേ? എപ്പോഴും ട്രെൻഡ് പാപം, ജഡത്തിന്റെ ആക്ഷനിലോട്ടാണ് നിന്നെ വലിച്ചോണ്ട് പോകുന്നത്. ഭൂഗുരുത്വാകർഷണമുള്ളിടത്തോളം കാലം നിനക്ക് സ്പേസിൽ എത്താൻ പറ്റത്തില്ല. ബഹിരാകാശത്തെത്തണമെങ്കിൽ അടുത്തിടയ്ക്ക് വീണ്ടും ചന്ദ്രനിലേക്ക് ആളിനെ അയക്കുന്നു എന്ന് കേട്ടു. നാസ പക്ഷേ ചന്ദ്രനിലെത്തണമെങ്കിൽ ഭൂമിയിൽ എത്ര കടന്ന് ചാടിയാലും പറ്റത്തില്ല. കാരണം എന്താ? ഓട്ടോമാറ്റിക് ഗ്രാവിറ്റേഷൻ പുള്ള്. നീ എത്ര വലിയ ഭക്തനും എത്ര വലിയ പാസ്റ്ററുമാണെങ്കിലും ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം എത്ര വചനത്തെ കെട്ടിപ്പിടിച്ച് അള്ളിപ്പിടിച്ചിരുന്ന് ചാരിക്കടന്ന് വചനത്തിൽ കിടന്ന് ഉറങ്ങിയ വ്യക്തിയാണെങ്കിലും വചനം അപ്പം ചാറിൽ മുക്കി വായി തന്ന വ്യക്തിയാണെങ്കിലും ആ വചനത്തിന്റെ അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ കയ്യിലെ പഴുതിനകത്തും അവൻ ചങ്കിനകത്തെ തുടക്കകത്തും കൈയിട്ടവനാണെങ്കിലും PhD ബൈബിൾ കാണാതെ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചവനാണെങ്കിലും ദൈവത്തിന്റെ പ്ലാനിനുള്ളിൽ നീ എത്തണമെന്നില്ല. കാരണം നീ ജഡമാണ് നിന്നെ നിയന്ത്രിക്കുന്നത്. ജഡത്തിനനുസരിച്ച് ഗ്രാവിറ്റേഷൻ പുള്ളിൽ നീ പോകും. പത്രോസ് യേശുവിനെ കണ്ടിട്ടും 21-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും മീൻ പിടിക്കാൻ പോയി. പുലിയുടെ പിന്മാറ്റത്തിൽ കൂടി മറ്റുള്ളവരെ എല്ലാവരെയും കൂടി എന്ത് ചെയ്തു അല്ലെ? ഓർത്തോണെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വിശ്വസിക്കാതിരുന്ന തോമാസ് ലീഹ അവൻ തന്റെ വിലാപ്പുറത്ത് കൈയിട്ട് എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ഇപ്പൊ യേശു കർത്താവ് ദൈവമാണെന്നും ബൈബിൾ എത്രയോ വാക്കുണ്ട്. മുസ്ലിം പറയും, എവിടെ പറയുന്നു? അവർ അസന്നിഗ്ധമായി പറഞ്ഞ വാക്കുകൾ കേട്ടാൽ കൃത്യമായിട്ട് എന്റെ കർത്താവും എന്റെ ദൈവവും. അങ്ങനെ കർത്താവിനെയും ദൈവത്തെയും തൊട്ടറിഞ്ഞവനും ഈ പുള്ളി മീൻ പിടിക്കാൻ പോകുന്നു പറഞ്ഞപ്പം ഞങ്ങൾ പോരുന്നു എന്ന് പറഞ്ഞ പുറകെ. ഇന്ന് രാത്രികാലം നീ എത്ര യേശുവിനെ തൊട്ട വ്യക്തിയാണെങ്കിലും യേശുവിൽ നിന്ന് മിറക്കിൾസ് അനുഭവിച്ച വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ പ്ലാനിനകത്ത് നിന്ന് കടന്നില്ല. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. പക്ഷെ യേശുവിനെ തള്ളിക്കളഞ്ഞില്ല. തേടി വന്നവരെ വീണ്ടും ഉറപ്പിച്ചത് പറഞ്ഞു. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പറയാ, നിങ്ങൾ നഗരം വിട്ടു പോകാതെ എന്നോട് കേട്ട നനവിന് മാത്രമേ നിന്നെ മാറ്റാൻ പറ്റൂ. ഈ അഭിഷേകത്തിന് മാത്രമേ നിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റൂ. പെന്തക്കോസ്ത് പള്ളി പോയതുകൊണ്ട് നീ ചേഞ്ച് ആകണമെന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുകൊണ്ട് ചേഞ്ച് ആകണമെന്നില്ല. വചനം അരച്ച് കാലാളെ വിളിച്ച് എവിടുന്ന് രാത്രി ഏത് നിലം വിളിച്ചോണ്ടൊക്കെ എല്ലാം ചിലക്കത് വലിയ ആനക്കാരിയോടെ ഞാൻ നോക്കുമ്പോഴാ ഒരു കാര്യമില്ല. വചനം വേണ്ടെന്നില്ല, അതൊക്കെ തലയ്ക്കകത്താ. ഇന്ന് രാത്രി ഇവിടെ സാക്ഷാൽ വചനത്തെ വിരലിച്ച പരിശുദ്ധാത്മാവിന്റെ ഞാൻ അന്യഭാഷ പറയുന്ന കാര്യമല്ല നീ പറയുന്നത്. ചില വിചാരിക്കണം കാത്തിന് അഭിഷേകം, അഭിഷേകം അന്യഭാഷ നല്ല കാര്യം തന്നെ. പക്ഷെ ആത്മനിറവിൽ ആത്മാവിനെ അനുസരിച്ച് നീ നടന്നില്ലെങ്കിൽ അപ്പോൾ നിന്റെ ഹൃദയം ട്യൂണ്ടായിരിക്കണം, നിന്റെ ചെവി ട്യൂണ്ടായിരിക്കണം. ഒത്തിരി ശബ്ദങ്ങളാൽ മുഖരിതമായ ഒരു ലോകമാണ്. നിന്നെ തെറ്റിക്കാൻ കഴിയുമെങ്കിൽ തന്നെ വൃതന്മാരെ പോലും തെറ്റിച്ചു കളയാൻ പിശാച് അവൻ തന്ത്രങ്ങൾ നനയുന്ന ഒരു ലോകമാണ്. അപ്പോൾ നിന്റെ ആകപ്പാട് രക്ഷയ്ക്കുള്ളൊരു വഴി വചനം നീ അറിയണം. പക്ഷെ വചനത്തിന്റെ തലക്കാലത്തിനകത്ത് ഓടരുത്, യാഥാസ്ഥിതികനാകരുത്. പരിശുദ്ധാത്മാവിനെ വചനം വേണ്ടതുപോലെ തക്ക സമയത്ത് എനിക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ആത്മശബ്ദം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് അത് തന്നെയാ പൗലോസ് സ്ലീഹയൊക്കെയും ചെയ്തത്. ഞാൻ പറഞ്ഞു ഏഷ്യയിലോട്ട് അവർ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം കർത്താവ് പറഞ്ഞു പോകുകയും സകല സൃഷ്ടിയുടെ സുവിശേഷം വചനം പറയുന്നുണ്ട്, ഗൈഡൻസ് ഉണ്ട്, യേശു പറഞ്ഞതാണ്. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് വിലക്കി. ഇവിടെ നമ്മൾ ഭയങ്കര മറക്കം നടക്കുക. ശമരിയല് എന്റെ ദൈവമേ, 1000 10,000 സ്നാനപ്പെടുക, ഭൂതങ്ങൾ വിട്ടുപോടുക, സൗഖ്യമാകുക. യെരുശലേമിലുള്ള മൂപ്പന്മാർ വരെ ഓടി വരിക കാണാൻ, പ്രാർത്ഥിക്കാൻ. ഇത് സാദാ ഫിലിപ്പാണ് ചെയ്യുന്ന ഓർത്തോണം. സാദാ ഫിലിപ്പ്
അപ്പോസ്തലനല്ല, ഒന്നുമല്ല. മേശമേൽ മാത്രം ശുശ്രൂഷ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഒരു മെമ്പർ. ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് അമൻ സ്വകം നിന്റെ PhD വേണ്ട, അമൻ സ്വകം പ്രത്യേക യാതൊന്നും വേണ്ട. നീ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ എന്ത് ദൈവത്തിന് നില ഉയർത്താൻ പറ്റും. പണമൊത്തോളങ്ങി അന്നേരമാ ദൂതൻ പറയുക, ആത്മാ പറയുക, എങ്ങോട്ട് പോകും? നമ്മളൊക്കെ ഈശ്വരൻ ശ്വാസിക്കാൻ നോക്കി പരിശുദ്ധാത്മാവിനെ. ഇവിടെ ആയിരങ്ങൾ സ്നാനപ്പെടുമ്പോ ഈ സഭ ഇട്ടിട്ട് സഭ വല്ലവരും കൊണ്ടുപോകത്തില്ലേ? പിശാച് കൊണ്ടുപോകത്തില്ലേ? എല്ലാരും വിചാരം ഇവിടാണ് സഭയെ ഉണ്ടാക്കുന്നത്, നയിക്കും, പേര് കെട്ടുന്നു. അങ്ങനല്ല. സഭയെ യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പാതാളഗോപന് തന്നെ. ഇന്ന് അനേക പാസ്റ്റർമാരും അനേക മനുഷ്യരും സഭയെ സൂക്ഷിക്കാൻ അവരങ്ങ് വ്യാപരിക്കുക. അതോടുകൂടി എന്താ ജഡം, അതോടുകൂടി പോര്, അതോടുകൂടി അടി, അതോടുകൂടി പൊളിറ്റിക്സ്. സഭയെ കർത്താവ് പണിയായിട്ട് നിങ്ങളെ വിളിച്ചോ പണിയാൻ? God has not called you to build a church. Jesus said, I will build my church. നീ ആത്മാവിനെ ശ്രദ്ധിച്ചു നടന്നാൽ മതി. മടങ്ങി വരാം, മുമ്പോട്ട് പോകട്ടെ. അതിന്റെ നമ്മൾ 10:9 വായിച്ചു. അഭിഷേകവും പ്രാപിച്ചു പുള്ളിക്കാർ തരിച്ചിരുന്നു. എന്തോ നടന്നു പുള്ളിക്കെന്നെ അറിയത്തില്ല. അങ്ങനെ അങ്ങോട്ട് തിരിയുമ്പോൾ ബൈബിൾ പറയും, അവന്റെ ഹൃദയത്തെ ദൈവം ചെയ്തു. ഇന്ന് രാത്രി എത്ര താവേ നനവ് വരുമ്പോൾ വരുന്ന ഒരു വലിയ അടയാളമാണ്. ഹൃദയം മാറും, ക്യാരക്ടർ മാറും, സ്വഭാവം മാറും. താഴെ വായിച്ച നമ്മളെ അടുത്തത്. And all those signs came to pass that day. When they came there to the hill, there was a group of prophets to meet him. Then the Spirit of God came upon him and he prophesied. ഹൃദയം മാറി. ഒന്ന് വചനം കേട്ടു, ശബ്ദം കേട്ടു. ഈ വചനം നന്നായി നീ കേട്ടാ നിന്റെ ഹൃദയം എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ ചുമ്മാ വന്നിട്ട് ഇളക്കപ്പെരുക്കത്തിൽ പോകില്ല. അത്ഭുതം അടയാളവും സാക്ഷ്യം കേൾക്കാൻ നീ വചനം കേൾക്കാനാണ് വരുന്നത്. അത്ഭുതം അടയാളവും സാക്ഷ്യം അപ്പം നിന്നവരൊക്കെയും വിട്ടേച്ചു പോയി. അത് നിനക്ക് ഹൈപ്പ് തരത്തെയുള്ള ഹൈപ്പല്ല വേണ്ടത്, ആത്മശബ്ദമാണ് നിങ്ങൾക്ക് വേണ്ടത്. നോക്കൂ, ഇവിടെ വന്നു, ഹൃദയം മാറി അടുത്ത് നിൽക്കുമ്പോൾ ഒരു കൂട്ടം പ്രവാചകന്മാരെതിരെ വരികയാ. പെട്ടെന്ന് പരിശുദ്ധാത്മാവാരുടെ മേൽ വന്നു, ശൗലിന്റെ മേൽ വന്നു. അവനും അവരുടെ കൂടെ മൊത്തം ചെയ്ത് പ്രവചിക്കാൻ തുടങ്ങി. ടൈമില്ല, എനിക്ക് അവൻ നിന്നുപോയ സമയമില്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞു തീർക്കണം. ഈ ആഴ്ചയോട് തീർന്നുകൊണ്ട് അങ്ങനെ സ്വന്തം ഒരു ചൊല്ലും ദേശത്ത് വന്നു. ശൗലുമുണ്ടോ പ്രവാചകന്മാരുടെ കൂട്ടത്തില് എന്നൊരു ചൊല്ലും അന്ന് ഇസ്രായേലിൽ ഉണ്ടാകാനിടയായി. ശ്രദ്ധിച്ചോണം, ദൈവം ശൗലിന് നൽകിയത് വിളി. ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധത്വം വിളിക്കുന്നു. ഇന്ന് രാത്രി ദൈവം ശൗലിന് നൽകിയത് ആ മഴയോട് മുൻമഴയോടുകൂടി അഭിഷേകം, അനോയിന്റിംഗ്, അതോടൊപ്പം ആത്മീക അവസരം, സ്പിരിച്വൽ ഓപ്പർച്യൂണിറ്റി. ജഡിക ഓപ്പർച്യൂണിറ്റി അല്ല. ജനം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കർത്താവിനത് വേണ്ട. ദൈവം പുരുഷന്റെ ഒഴുക്കൽ പ്രസാദിക്കുന്ന ദൈവമേ. നിന്റെ പത്രാസിലും കഴിവിലും നിന്റെ ടാലന്റിലും അതിനെ വിഗ്രഹം എന്ന് പറയുന്നത്. When you lift yourself up, when you just show yourself up, God is not with you. ദൈവത്തിന് വേണ്ടത് പരിശുദ്ധാത്മാവ് തന്നെ നയിക്കും. മുമ്പോട്ട് പോകട്ടെ. സ്വപ്നം ചെയ്യുന്നു. ഒറ്റ കുഴപ്പമുള്ളൂ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനോട് പോയി അടുത്തതായിട്ട് യുദ്ധത്തിന് വിളിവ് നമുക്ക് വായിക്കാൻ സമയമുണ്ടെങ്കിൽ സമയമില്ല എനിക്ക്. സ്വപ്നം. പക്ഷെ ശൗല് ആത്മീക വേരുകള് ഇറക്കാൻ പരാജയപ്പെട്ടു. ആത്മാവൊന്നും എല്ലാ ദൈവനും കൊടുത്തു. ഇവൻ ഹ്യൂമിലിറ്റി. ഇനി നോക്കട്ടെ, ഇവനെ രാജാവായി അഭിഷേകം ചെയ്യാൻ വേണ്ടി ശമൂൽ ഇവന്റെ നാട്ടിൽ ചെന്നു. ശൗലിനെ തപ്പോ? ശൗലിനെ കാണാനുണ്ടോ? ഇല്ല. പുള്ളി അവിടുത്തെ ഒരു വേറാംസിക്ക് പാത്തിരിക്കുക. കാരണം അവന് സെൽഫ് കോൺഫിഡൻസ് ഇല്ല. ചില പറയാം ഹ്യൂമിലിറ്റി ആയിട്ട് ചിന്തിക്കാൻ വേണം. ഹ്യൂമിലിറ്റി ആയിട്ട് ചിന്തിച്ചോ, എനിക്ക് വിഷയമില്ല. ആത്മാവ് വരുമ്പോൾ നിനക്കൊരു താഴ്മയുണ്ടാകും, എടുത്തിയാട്ടമോ. എന്നെ അഭിഷേകം, വേറെ ആരെയും അഭിഷേകം ചെയ്തില്ലോ, ഞാൻ രാജാവാണെന്നുകൊണ്ട് പുള്ളി ചാടി ഇറങ്ങി ഓടിയൊന്നുമില്ല. ഇനി രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, അവന് ഹ്യൂമിലിറ്റി കൊടുത്തും ചിന്തിക്കാം, ഇല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലാത്തൊരവസ്ഥയാകാം. ഇന്ന് രാത്രി ജോലിക്ക് വേണ്ടി ശ്രമിക്കും ചിലര്, എന്നെ കൊണ്ട് കഴിവില്ല, ഐ ക്യാൻ ഡു നത്തിങ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും. ഞാനാരാ? അവസരം വരുമ്പോ ഐ വോണ്ട് ഗെറ്റ് ഇറ്റ്, ഐ എം നോട്ട് ഗുഡ് ഫോർ ഇറ്റ്, അതിന് ഞാൻ കേപ്പബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് നീ പാത്ത് പോയി വിളിക്കുകയായിരിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിളി നിന്നെ മേൽവരികയും
നിന്നെ അവൻ നനയ്ക്കും. നീ ചിന്തിച്ചിട്ടില്ലാത്ത അത്ഭുത വഴികൾ നിന്നെ ഉയർത്തുന്നു. ചിന്തരാത്രി സംശയിക്കാതെ നീ അവന്റെ ശബ്ദം വചനം കേട്ടിട്ട് അവന്റെ വാക്കിന് നടന്നാൽ നീ ചിന്തിക്കാത്ത വഴികൾ, നിനക്കില്ലാത്ത പദവികൾ, ഈ ലോകത്തിൽ ഇതുവരെ എക്സിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത അവൻ വഴികളും പദവികളും ഡോറുകളും നിനക്ക് വേണ്ടി ദൈവം തുറക്കും. ബൈബിൾ പറയുന്നു അവൻ സ്വന്തം ശമൂൽ നോക്ക്, എന്റെ ശൗല നോക്കിയിട്ട് അവസാനം ആൾക്കാരുടെ കൂടെ പോയി അവരെ പിടിച്ച് പൊക്കിക്കൊണ്ട് വന്ന് അവനെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതിരുന്ന അവസ്ഥകൾ. ഇന്ന് രാത്രി നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലായിരിക്കാം. ഒരു പക്ഷേ നിന്റെ ജോലി സ്ഥലങ്ങളിൽ നിന്നെ ആരും ആദരിക്കുന്നില്ലായിരിക്കാം, നിന്നെ രണ്ടാം കടയായിട്ട്. ഇന്ന് രാത്രി നീ ആത്മാവിനെ ശ്രദ്ധിച്ചു നടക്കുക. നീ വിഷമിക്കണ്ട, നീ രോഷം കൊള്ളണ്ട, നീ ഞാൻ ആരാടാന്ന് കാണിക്കാൻ പോണ്ടതാ. നീ ജസ്റ്റ് നിന്നെ പിടിച്ചുയർത്തിക്കൊണ്ടു, നീ മാറി ഒളിക്കുന്നിടത്ത് നിന്നെ പൊക്കിക്കൊണ്ടു വന്നിട്ട് ജനത്തിന് മധ്യയെ വെച്ച് വീണ്ടും ശൗലവനെ രാജാവായിട്ട് അവരോധനം ചെയ്യുക. അവൻ വായിക്കാം. അതിനുശേഷം നമുക്ക് വായിക്കുമ്പോൾ അവൻ ഒറ്റ കുഴപ്പം ഉണ്ടായിരുന്ന കാര്യം, അവൻ സ്വന്തം ഇതെല്ലാം ഉണ്ടായിരുന്നതിനും അവനെ പറ്റിയ ചില കാര്യങ്ങൾ, അബദ്ധങ്ങള് അവൻ സ്വന്തം ചെയ്യുന്നു. അവന്റെ വേരുകള് ആഴത്തിലിറങ്ങാൻ അവനിടയായില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. എപ്പോഴും ശൗൽ തന്റെ ബുദ്ധിയിലാണ് ആശ്രയിച്ചത്. തൊട്ടടുത്തുള്ള മനുഷ്യരെയാണ് അവൻ നോക്കിയത്. മനുഷ്യരുടെ ശബ്ദമാണ് അവൻ ശ്രദ്ധിച്ചത്. ദൈവശബ്ദത്തെക്കാൾ ഉപരി നീ മനുഷ്യരെയോ ലോകത്തിന്റെ ശബ്ദത്തെയോ ചെയ്യരുത്, കേൾക്കരുത്. ഇംപേഷ്യൻസ്, ക്ഷമയില്ലായ്മ അവനെ ഒത്തിരി തകർത്തു. ദൈവ പദ്ധതിക്ക് വേണ്ടി എപ്പോഴും നീ വെയിറ്റ് ചെയ്യണം. നിന്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളോട് യവനക്കാരോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഭാവി കുടുംബജീവിതങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തരും. ചിലരെ ഇംപേഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യും, കൈയെടുത്ത് അവര് പോയി റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആകും. ഡേഞ്ചർ. നീ കാത്തിരിക്ക, ദൈവം ശ്രേഷ്ഠമായത് ചിലത് നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നീ ഇംപേഷ്യന്റ് ആയ പരാജയമാണ്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ആ പദ്ധതികളുടെ ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടത്. ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് മുമ്പോട്ട് പോകട്ടെ. അവൻ എന്നാൽ ശൗലിന്റെ ജീവിതത്തില് അവൻ സംഭവിച്ച ചില സംഭവങ്ങൾ നമ്മൾ നോക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 13:12 ചില ഉദാഹരണങ്ങൾ പറയുക. അവൻ സ്വപ്നം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വന്നപ്പോൾ അടുത്ത സ്ഥലത്ത് അവൻ സ്വപ്നം ചെയ്യുന്നു. സമയമില്ലാത്തതുകൊണ്ട് 11-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലൊക്കെയും അവൻ ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിന് മേൽ വരിക. ഇതുവരെ ആരും അവനെ ആദരിച്ചിട്ടില്ല. ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് വന്നു കഴിയുമ്പോൾ അവൻ ചാടി വീണിട്ട് പറയുക, അവൻ വരുന്ന ദിവസം സൂര്യന്റെ ചൂട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ വരും സഹായിക്കാൻ. തങ്ങളോട് പോയി ശത്രുവിനെ എല്ലാം അവൻ ഒതുക്കി ജയിക്കുക. അങ്ങനെ ഇസ്രായേലൊക്കെയും അവനെ അംഗീകരിക്കുക. ദൈവനെ ഹൃദയം മാറ്റി ആത്മാവ് നിലമേൽ നനഞ്ഞു കഴിയുമ്പോൾ നിനക്ക് പുതിയ കൃപകൾ, പുതിയ അഭിഷേകങ്ങൾ, സ്പിരിച്വൽ ഓപ്പർച്യൂണിറ്റീസ് തരും. പക്ഷെ ദൈവം തന്നെ അനുഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, വീണ്ടും നീ ദൈവസനിൽ കാണണം. അവൻ ദൈവമാണ് നിന്നെ അനുഗ്രഹിക്കുന്നു, ദൈവമാണ് നിന്നെ ഉയർത്തുന്നു, ദൈവമാണ് നിനക്ക് വഴി തുറക്കുന്നു എപ്പോഴും തിരിച്ചറിഞ്ഞോണം. അതുകൊണ്ട് ഒറ്റ കാര്യം, എപ്പോഴും ആത്മാവിനെ അനുസരിച്ച് നീ എന്ത് ചെയ്യണം, ദൈവശബ്ദം നീ എപ്പോഴും എന്ത് ചെയ്യണം, കേൾക്കണം. വായിച്ചോ 13:12. Then I said, the Philistines will now come down on me at Gilgal, and I have not made supplication to the Lord. ശ്രദ്ധിക്ക്, ശമൂവേൽ പറഞ്ഞു ഞാൻ വരാം. ഞാൻ വരുന്നവരെ നീ എന്ത് ചെയ്യണം, കാത്തിരിക്കണം, യാഗം കഴിക്കും, ഞാൻ വരാം. പറഞ്ഞൊത്ത സമയത്ത് ആര് വന്നില്ല, വന്നില്ല. വന്നില്ലെന്ന് മാത്രമല്ല, അതേ സമയത്ത് ഫിലിസ്തീർ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. പ്രഭുവിന്റെ ചിന്ത എന്താ, അവൻ ചില പ്രീ കൺസീവ്ഡ് ഐഡിയാസ് ഉണ്ട്. ഇങ്ങനെ ആയിരിക്കണം അവന് ചിന്ത. അയ്യോ, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് യാഗം കഴിക്കണം, യുദ്ധത്തിന് മുമ്പ് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ദൈവത്തോട് ആലോചന ചോദിക്കണം, ഇങ്ങനെ. ഇന്ന് രാത്രി അതുകൊണ്ടാ പറയുന്നത്, വചന അറിവ് നല്ലതാ. നീ കൂടുതൽ വചന അറിവിൽ പോകുമ്പോ പിന്നെ നീ നിന്റെ ബുദ്ധിയിലെ അറിവിൽ മൂന്നും നീ വിചാരിക്കപ്പോ നീ കാത്തിരിക്കാൻ പഠിക്കത്തില്ല. നീ വ്യവസ്ഥകളൊക്കെ ചെയ്യണം, ഭയങ്കര ഇത് ചെയ്യണം, അത് ചെയ്യണം, എല്ലാം അറിയാം. നോക്കൂ, ശൗൽ നോക്കിയിട്ട് സമൂഹത്തിലെ കാണുന്നില്ല. അവനെ യുദ്ധത്തിന് പോകുന്നപ്പോ എന്ത് ചെയ്യണം, ദൈവത്തോട് ആലോചന കേൾക്കണം. നല്ല കാര്യമൊക്കെ, ഇത് അറിവ് കൂടി കാര്യമാണ്. പക്ഷെ ആലോചന ചോദിക്കേണ്ട ആളിവിടെന്തോ ഇല്ല. എങ്ങനെയും ചോദിക്കണം. പേഷ്യൻസ്. ഇന്ന് രാത്രി ക്ഷമ ജീവിതത്തിൽ വേണം, കാത്തിരിക്കാൻ പഠിക്കണം. അവനെന്ത് ചെയ്തു, വായിച്ചോളെ അതുകൊണ്ട് ഞാൻ കമ്പൽഡായി, പ്രഷർ, സ്ട്രെസ് ആഗ്രഹം തന്നെ നയിക്കുന്നത്. അങ്ങനെ പ്രഷർ കൂടി ഞാൻ യാഗം കഴിച്ചു പോയി. ശമൂവേൽ, നീ എന്തേ കാണിക്കുന്നത്?
ഇവൻ രാജാവും പുരോഹിതനല്ല, ഇവൻ യാഗം കഴിക്കാൻ വ്യവസ്ഥയില്ല. ജീവിതത്തിലെ പ്രഷറുകൾ ജീവിതത്തിൽ വരുമ്പോൾ നീ റിയാക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തൊക്കെ വലിയ ആഴമറിയ മർമ്മങ്ങളാണ്. കുടുംബജീവിതങ്ങളാണ്, വ്യക്തിപരമായ ജീവിതങ്ങളാണ്, ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നീ സെൽഫ് പ്രഷറിൽ പെട്ടൊത്തിരി കാര്യം ചെയ്യുന്ന നന്മയ്ക്ക് പകരം നിനക്ക് ദോഷമാണ്. നീ ചെയ്യുന്ന വ്യവസ്ഥയൊക്കെ ആയിരിക്കും, പക്ഷെ ദൈവം പറഞ്ഞ വ്യവസ്ഥയായിരിക്കത്തില്ല. ആലോചന ചോദിക്കാൻ വേണ്ടി അപ്പോൾ ഈ യാഗം എന്ത് ചെയ്തത്? ദൈവത്തോടുള്ള ബന്ധത്തിലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നീ ദൈവത്തോട് ബന്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഞാൻ പ്രഷേർഡ് ആയിട്ട് യാഗം കഴിച്ച് പോയി. അടുത്ത വാക്യം വായിച്ചു. അപ്പൊ ശമൂവേൽ ശൗലോട് പറഞ്ഞു, You have done foolishly. നീ മടയത്തരം കാണിച്ചു. You have not kept the commandment of the Lord your God which he commanded you. നിന്റെ ദൈവം നിന്നോട് കൽപ്പിച്ചത് നീ പാലിച്ചില്ല. ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, കുഞ്ഞെ കാത്തിരിക്കും, ഞാൻ വരും, എന്റെ ദാസനെ അയക്കും, എന്റെ വഴി ഞാൻ അയക്കും. കമ്പല്ല, എന്റെ കാര്യം നടന്നില്ല, യുദ്ധത്തിന് പോകണം, അതുകൊണ്ട് നീ പ്രഷേർഡായിട്ട് കാര്യം നിന്റെ കയ്യിലെടുക്കല്ല, നിനക്ക് പരാജയമാണ്. നീ മടയത്തരം കാണിച്ചു. അവൻ വായിച്ച For മടയത്തരം. now the Lord would have established your kingdom over Israel. ശ്രദ്ധിച്ചേ, ദൈവം വിളിച്ചു. ദൈവത്തിന് വലിയ പദ്ധതിക്ക് വേണ്ടി അവനെ പ്രിപ്പയർ ആക്കി, ഹൃദയം കൊടുത്തു, ആത്മാവിനെയും കൊടുത്തു. But now your kingdom shall not continue. ഞാൻ നിന്റെ കിങ്ഡത്തെ സ്ഥിരമാക്കി. Oh my God. But now, ഇപ്പോൾ നിരാശ ശ്രദ്ധിക്കണേ, ഇല്ലാത്ത പൊസിഷൻ പോസ്റ്റ് അവന് വേണ്ടി ഉണ്ടാക്കി. ആരും ആദരിക്കാതിരിക്കുമ്പോൾ അവനെ ആദരിച്ചുയർത്തി. അവന് സ്വന്തം ബുദ്ധിയും സ്വന്തം വിവേകവും, അതുകൊണ്ട് അവർ സ്വന്തം വിവേകത്തില് യഹോവയിൽ തന്നെ. എത്ര ജ്ഞാനിയും അറിവുള്ളവനാണേലും ദൈവ ഇഷ്ടത്തിനും കൽപ്പനയ്ക്കും അങ്ങേപ്പുറം പോയി ഒന്നും ചെയ്യാൻ പോകരുത്. അബദ്ധമാണ്. നീ കാത്തിച്ച സമയത്ത് ചെയ്യാൻ വരത്തില്ല, ചെയ്യേണ്ടതാ. പക്ഷെ നീ പറഞ്ഞ കർത്താവേ, നിന്റെ കയ്യിലോട്ട് ഞാൻ വീഴില്ല. അതാണ് അബ്രഹാമിന് ദൈവം ആദ്യം പുള്ളിക്കാൻ ആദ്യമില്ല, ക്ഷമയില്ല. ഇതൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ക്ഷമയില്ലാത്തപ്പം വിത്തുണ്ടെന്ന് കേട്ടപ്പോഴേ നേരെ മിസ്രൈമിലോട്ടങ്ങ്. അവസാനം ഇടയ്ക്ക് അതിന് പലവട്ടം ഒന്നല്ല, പിന്നെ അടുത്തത് എന്റെ ദൈവം എന്റെ ഗർഭം അടച്ചു, ഭാര്യ പറഞ്ഞു. അതുകൊണ്ട് നീ പുള്ളിയെ കേട്ടാലും ഓർമ്മ പോവാ. ദൈവത്തെ കാത്തിരിക്കുക. വാഗ്ദത്തമുണ്ട്, പ്രാമിസിൽ കാത്തിരിക്കാൻ വേണ്ടി എല്ലാ കുത്തുന്നങ്ങൾ പഠിച്ചു. അവസാനം പിന്നെ വന്നപ്പോൾ പാഠങ്ങൾ പഠിപ്പിച്ച ശേഷം ദൈവം 100-ാം വയസ്സിൽ തലമുറയെ കൊടുത്തു. മനസ്സിലായ ദൈവമേ, നിന്നെ കാത്തിരിക്കുന്ന പോലെ. പിന്നീട് അവനോട് പറഞ്ഞു 22-ാം അധ്യായത്തിൽ, നിന്റെ ഏകജാതനെ നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ. അവിടെ ഒരു വേവറിംഗ് ഉണ്ടോ? പോവുക. പോയി. എന്നാല് അവനെ മാറ്റി ഇസ്മേനെ കയറ്റാൻ നോക്കില്ല, കുറുക്കൊഴിയാൻ നോക്കില്ല. ഭാര്യയോടും പറഞ്ഞ അവൻ നന്നാ അധികാരത്തിൽ എഴുന്നേറ്റ് പോയി. എന്നിട്ട് ടൈമിംഗ് നോക്കുക, നമ്മൾ വ്യക്തമായിട്ട് വെട്ടാൻ കത്തി എടുക്കുക. ഇടപെടുമ്പോ നോക്കില്ല, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടല്ല, വെട്ടാനായിട്ട് എടുക്കുക. നിരാശ ട്രസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ദൈവത്തിന് ഞാൻ ആഗ്രഹപ്പെടത്തില്ല. അവൻ ഡിപ്പെൻഡ് ചെയ്യേ. എത്ര കത്തി വന്ന് വീഴുന്ന വിഷയം പോലും നിനക്ക് തോന്നിയാൽ അമ്മയ്ക്കനുസരിച്ച് പോകും. അവനെ കാത്തിരിക്കുക. നീ ചിന്തിക്കാത്ത വഴികൾ കാണാം. അവിടെ വെച്ചാണ് ദൈവം ആണയിടുന്നവനല്ല. ശ്രദ്ധിച്ചോണം, ദൈവം ആണയിടാൻ തന്നെക്കാൾ വലുതൊന്നും ആണയിടാനില്ല. എന്നിട്ട് അവൻ പർവ്വതത്തിൽ വെച്ച് തന്നെ കൊണ്ട് തന്നെ ദൈവം ആണയിട്ടു. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. അവനെ കാത്തിരിക്കുന്ന ആത്മാവത കാത്തിരിക്കാൻ പഠിപ്പിക്കും. നീ മടയത്രം കാണിച്ചു, ദൈവത്തിന്റെ കൽപ്പനയെ നീ എന്ത് ചെയ്തില്ല, അനുസരിച്ചില്ല. വെയിറ്റ് ഫോർ ദ ലോർഡ്. യഹോവയെ കാത്തിരിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കഴിയും. അവർ തളർന്നു പോകാൻ ഓടുകയും ക്ഷണിച്ചു പോകാൻ നടക്കുകയും ചെയ്യും. സമയമില്ലാത്തതുകൊണ്ട് അമ്പോട്ട് പോകട്ടെ, നീ അടുത്തത് അവൻ സ്വന്തം ചെയ്യുന്നു. രണ്ടാമത് വീണ്ടും ഒരു അവസരം കൊടുത്തു. അമാലേക്കിനെ മൊത്തം കൊല്ലണമെന്ന് ദൈവം എന്ത് ചെയ്തു? സമയമില്ല. നമുക്ക് സമയം ഉണ്ടെങ്കിൽ വചനം പോലെ ബ്യൂട്ടിഫുൾ. പ്രവചനം ഒന്നും വേണ്ട, വചനത്തിനകത്ത് നമ്മൾ പോകുമ്പോ തന്നെ നമ്മുടെ കുറുവനെ പരിശുദ്ധമ കാണിച്ചു തരും. പോയി സകലത്തെ ഉന്മൂലനം ചെയ്യുന്നു പറഞ്ഞു, ഒന്നിനെയും വെച്ചേക്കരുത്. പുള്ളി പോയി യുദ്ധമൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരിക കേട്ടോ, തിരിച്ചു വരിക. ശമൂൽ എതിരേറ്റ് ചെല്ലുക. പുള്ളി എന്തോ പറയുന്നത്, കർത്താവ് പറഞ്ഞ പോലെ ചെയ്തു. ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പോലെ, ഓ ഞാൻ കർത്താവ് ഇഷ്ടം പോലെയാണ് ജീവിക്കുന്നത്.
ദൈവത്തിന് ഇഷ്ടത്തിന് പുള്ളിയുടെ മനസ്സില് കർത്താവിന്റെ പറഞ്ഞ പോലെ എല്ലാം ഞാൻ എന്ത് ചെയ്തു. ഉടനെ ക്ഷമ പിന്നെന്തുകൊണ്ട് നീ കേൾക്കുന്ന നമുക്കറിയും ആടുകളുടെ ശബ്ദവും അലർച്ചയൊക്കെ അത് യഹോവയ്ക്ക് ആഹാരം കഴിക്കാൻ ഞാൻ കുറച്ച്. ഉടനെ ക്ഷമ പറഞ്ഞു മുമ്പ് പറഞ്ഞു നിന്റെ രാജ്യത്ത് സ്ഥിരമാക്കാൻ, ഇപ്പൊ പറയുക എടുത്തു മാറ്റി. ആത്മാവിനെ തന്നോടെ പറഞ്ഞത് 4 അന്യഭാഷ പറഞ്ഞതുകൊണ്ട് എല്ലാമായും ചിന്തിക്കരുത്. ആത്മാവിന്റെ നനവ് വന്നു, മുൻമഴ കിട്ടി, കാത്തിരുന്നു, അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ പറഞ്ഞു. സോ വാട്ട്? നീ വളർന്നില്ലെങ്കിൽ, എല്ലാ ദിവസവും ആ മഴ നിലമേൽ പെയ്തില്ലെങ്കിൽ, വിശ്വസിക്കുന്ന നിന്നിൽ നിന്ന് ആ ജീവജല നദി കവിഞ്ഞൊഴുകിയില്ലെങ്കിൽ, പിന്മഴ വീണ്ടും ലഭിച്ചില്ലെങ്കിൽ ശൂന്യമാനമുട്ട. ഇന്ന് അനേകരെ വിചാരം പത്തുകോസുകാരിൽ ഞാൻ ഒരു സംഘടന പറയുന്നതല്ല, അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മിടുക്കരായിരുന്നു. ഇല്ല, നീ ശൗലിന്റെ ഗണത്തിൽ പെട്ടിരിക്കുക. എപ്പോഴും ശൗലിന്റെ ഗണത്തിൽ. ശരിയാ, അവന് പ്രവചിച്ചത്. നിങ്ങൾ അന്യഭാഷയല്ലേ പറഞ്ഞോളൂ, പുള്ളി പ്രവചിച്ച. അവൻ സുജാതിയാക്കടിനെത്തിയ നീ എന്തായി കേൾക്കുന്നത്. അവസാനം പിന്നെ പറയാനുള്ള എന്തോ അറിയാമോ? ജനങ്ങളെല്ലാം കൂടി എന്നെ പ്രഷർ അവര് എനിക്ക് റിവോൾട്ട് ചെയ്യാതിരിക്കാൻ ഞാൻ അവരെ എങ്ങനെ അനുസരിച്ചു. ഇന്ന് രാത്രി ജനങ്ങളെ പഴിചാരി, പീർ പ്രഷറിനെ പഴിചാരി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്ത് നടക്കുമ്പോൾ ഓർത്തോ കുഞ്ഞെ, അനോയിന്റിങ് നിന്നെ വിട്ടു പോകുന്നേ അറിയത്തില്ല. നനവും മഴയും നല്ലതാ, അതിൽ നീ മാണില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ട് പിന്നെ അവന്റെ മേൽ വാഴുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവാത്മാവ് ഉണ്ടായിരുന്നപ്പോൾ ദൈവവഴികൾ നടക്കാൻ അവൻ ശ്രദ്ധിച്ചു. ദേശത്തുനിന്ന് ശകുനവാദികളെയും മന്ത്രവാദികളെയും ഒക്കെയും അവൻ കൊന്നുപിടിച്ചു, തകർത്തു. ദൈവവഴികൾ ഓടാൻ ഉത്സാഹത്തോട് ഓടി. ദൈവകൽപ്പനകൾ വിട്ട് ദൈവവഴി ശ്രദ്ധിക്കാതെ, അതുകൊണ്ട് അവൻ ദൈവത്തിന് മനം പറയും ചില വാക്കുകൾ പെട്ടെന്ന് വായിച്ചിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് അവൻ സ്വപ്നം ചെയ്യും. നമുക്ക് അവൻ വനത്തിൽ ശ്രദ്ധയിലിരിക്കാം. അവൻ സ്വപ്നം ചെയ്യുന്നു. അവൻ ഗലാത്യ ലേഖനമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഗലാത്യ ലേഖനത്തില് അവൻ സ്വപ്നം ചെയ്യുന്നു. ആത്മാവിനെ അനുസരിച്ച് ഹോളി സ്പിരിറ്റ്. എനിക്ക് ഒത്തിരി ഭാഗം സമയമില്ല, സമയം നോക്കാൻ പോകണി കഴിയും. അവൻ സ്വപ്നം ചെയ്യുന്നു. റോമാലേഖനം, കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം പോകുമ്പോൾ ഹോളി സ്പിരിറ്റിനെ അനുസരിച്ച് നടക്കുന്നത്. അതുകൊണ്ട് എന്തിനാ നിങ്ങൾ അവൻ സ്വന്തം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അറിയുന്നു. ഇന്ന് രാത്രി ആരാ ദൈവം? അവൻ പരിശുദ്ധാത്മാവാരാ? സാക്ഷാൽ ദൈവം. പാരാക്ലീറ്റ് ഹെൽപ്പറായിട്ട് നിനക്ക് തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് പോലെ ഏത് പ്രവാചകന നിനക്ക് വേണ്ട? പ്രവാചകൻ നിനക്ക് വേണ്ട. ഇന്ന് രാത്രി സ്പിരിച്വൽ ഓപ്പർച്യൂണിറ്റീസ് കൃപാവരങ്ങൾ നിങ്ങൾ തന്നിട്ടുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മതി. എന്നാൽ നിനക്ക് ആത്മാവിന്റെ ഫലം തരുമെന്ന് മാത്രമല്ല, 9 കൃപാവരങ്ങൾ നിനക്ക് തരും. അതിൽ നീ വളർന്ന് ജീവിച്ചാൽ അവൻ സ്വന്തം ചെയ്യുന്നു എന്നേക്കും. പിന്നീട് ദാവീദിനെ തിരഞ്ഞെടുത്തു. ദാവീദ് പാളിച്ചകൾ പറ്റി, പക്ഷെ അവന്റെ ചങ്കരാകത്ത് നള്ളി ദൈവമേഹന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് പൊളിഞ്ഞ് പാളിഷായി പിടിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവന്റെ ചങ്കരാകത്ത് ആത്മാവിന്റെ നനവിനോടുള്ള കൊതി. എന്താ ദാവീദിനെ തിരഞ്ഞെടുത്തത്? അതൊന്നുമല്ല, ആത്മാവിനോടുള്ള കൊതി, ദൈവത്തോടുള്ള വാഞ്ച നന്ദിത്തോടിനായി കാക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവിനോട് ചുറ്റും ശുദ്ധാരവ ഘടന. നിന്റെ ആത്മാവിനെ എന്നെടുത്ത് കളയരുതേ നിലവിളിക്കുന്ന ദാവീദിനെ നിങ്ങളൊന്ന് കാണണം. മടങ്ങി വരട്ടെ. അവൻ ദൈവത്തിന്റെ വൈകി അവസാനം ദൈവശബ്ദമേ അവനില്ലാതായി. അവസാനം അവൻ പൊളിച്ചതിനെ വീണ്ടും പണിതിട്ട് ഒരു മന്ത്രവാദിനെ എടുക്കൽ അവൻ ആലോചനയ്ക്ക് പോയി. അവസാനം മരണം, ആത്മഹത്യയിൽ കലാശിച്ചു. ഇന്ന് രാത്രി ഓർക്കണം, 4 അന്യഭാഷ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, രക്ഷിക്കപ്പെടുന്നതുകൊണ്ട് കാര്യമില്ല, ഞാൻ ദൈവാലോചന കേട്ടവനാന്ന് പറഞ്ഞ കാര്യമില്ല.
ആത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യം, അഭിഷേകതായാലും വീണു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിളി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവചിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രാജാവായി വാണു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തിന് വേണ്ടി ഒത്തിരി വീരപ്രവൃത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നു രാത്രി ആത്മാവിനെ അനുസരിച്ച് നടത്തില്ലെങ്കിൽ രാത്രിയോടെ ബൈബിൾ പറയുന്നു, അവൻ വളരാം. നമുക്ക് വളരുന്നവരെ ചേർക്കാനാണ് ആര് വരുന്നത്? കർത്താവ് വരുന്നത്. എന്നാൽ ഇന്ന് രാത്രി വളരാൻ സമ്മതിക്കാതെ ലോകവും പിശാചും ജഡവും ചുറ്റും പോരാടുമ്പോൾ നമുക്ക് അവൻ സ്വന്തം പൗലോസ്ലീഹ ഫിലിപ്പിലേക്കിൽ പറഞ്ഞതുപോലെ അവൻ സ്വന്തം ചെയ്യുന്നു. നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചത് കർത്താവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഉറപ്പുള്ളവരൊക്കെ സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. രാത്രി ഏത് ജഡമോ പിശാചോ എനിക്കെതിരെ വന്നാലും ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു ഗാനം പാടാം.